+1 ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത് കിങ്ഡം ഫംഗയാണ്. സ്റ്റഡി ഓഫ് ഫംഗസ് ഈസ് നോൺ ആസ് മൈക്കോളജി. ഫംഗസുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ എന്ത് വിളിക്കുമ്പോൾ? മൈക്കോളജിസ്റ്റുകൾ, മൈക്കോളജിസ്റ്റ്. Who is the father of mycology? Antonio Micheli is the father of mycology. ഇദ്ദേഹമാണ് മൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. Fungi are completely heterotrophic organisms. ഫംഗസുകൾ പൂർണ്ണമായിട്ടും പരപോഷികളാണ്. Why? Because they have no chlorophyll. അവയ്ക്ക് ക്ലോറോഫിൽ ഇല്ല, ഹരിതകം ഇല്ല. They cannot synthesize their own food materials. They depend on other organisms. ഇവയ്ക്ക് അവയുടെ ആഹാരം സ്വന്തമായി നിർമ്മിക്കുവാൻ കഴിയില്ല. ഇവ മറ്റു ജീവികളെയാണ് ആശ്രയിക്കുന്നത്. They have a diverse morphology and habitats. വളരെ വൈവിധ്യമാർന്ന ബാഹ്യ സ്വഭാവങ്ങളും ഹാബിറ്റാറ്റുമാണ് ഇവയ്ക്കുള്ളത്. ഹാബിറ്റാറ്റ് മീൻസ് പ്ലേസ് ഓഫ് ഒക്കറൻസ്, വാസസ്ഥലമാണുള്ളത്. They are distributed everywhere. That is, they are cosmopolitan in distribution. ഇവ എല്ലായിടത്തും ഉണ്ട് ഫംഗസുകൾ. They prefer to grow in warm and humid places. അവ പ്രിഫർ ചെയ്യുന്നത് വാം പ്ലേസ് ആണ്, ഹ്യൂമിഡ് പ്ലേസസ് ആണ്. Then what about their plant body? Fungi may be unicellular and multicellular. ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട് ഫംഗസുകളിൽ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈസ്റ്റ്. You know, the fungal plant body is called mycelium. Mycelium, plural mycelia. It is composed of long, slender, thread-like tubular structures called hyphae. So their plant body is called mycelium. Mycelium is composed of hyphae. Hyphae എങ്ങനെയുള്ളതാണ്? നീളമുള്ള, ലോങ്, സ്ലെൻഡർ, ത്രെഡ് ലൈക്ക്, നൂല് പോലുള്ള, ട്യൂബ് പോലുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഹൈഫേ എന്ന് പറയുന്നത്. ഹൈഫേ കൂടിച്ചേരുമ്പോഴാണ് മൈസീലിയം ഉണ്ടാകുന്നത്. ഇനി ഹൈഫയുടെ പ്രത്യേകത എന്താ? ഹൈഫേ മേ ബി സെപ്റ്റേറ്റ് ഓർ എസെപ്റ്റേറ്റ്. ഹൈഫയിൽ
ക്രോസ് വാൾസ് ഉണ്ടെങ്കിൽ സെപ്റ്റേറ്റ് ആണ്. ഇഫ് ദർ ഇസ് നോ ക്രോസ് വാൾസ് ഇല്ലെങ്കിൽ എസെപ്റ്റേറ്റ് ആണ്. എസെപ്റ്റേറ്റ് ആണെങ്കിൽ ക്രോസ് വാൾസ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ദേ ആർ സിനോസിറ്റിക്. ദേ ആർ സിനോസിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ മൾട്ടിന്യൂക്ലിയേറ്റഡ്. സോ ദിസ് മൾട്ടിന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഈസ് കോൾഡ് സിനോസിറ്റിക് കണ്ടീഷൻ. ഇനി വാട്ട് അബൌട്ട് ദ സെൽ വാൾസ് ഓഫ് ഹൈഫേ? ദ സെൽ വാൾസ് ഓഫ് ഹൈഫേ ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ. എന്താണ്? കൈറ്റിൻ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഫംഗൽ സെല്ലുലോസ്. So that is about the plant body of fungi. ഇനി ഈ ഫംഗസുകളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ? ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഒത്തിരി ഉപയോഗങ്ങളുണ്ട്, പ്രയോജനങ്ങളുണ്ട്. They are used to make bread and beer. ബ്രെഡ് ഉണ്ടാക്കാം, ബിയർ ഉണ്ടാക്കാം, ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയാമോ? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതല്ലേ? മഷ്റൂം, കുമിൾ, അഗാരിക്കസ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മഷ്റൂം ഈസ് എ ഫംഗസ് ദാറ്റ് വി ഈറ്റ്. സം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുവാൻ ഫംഗസുകൾ ഉപയോഗിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് പെനിസിലിൻ. എക്സാമ്പിൾ, ആൻറ്റിബയോട്ടിക്കിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പെനിസിലിൻ. പെനിസിലിയം നൊട്ടേറ്റം, പെനിസിലിയം ക്രൈസോജീനം തുടങ്ങിയ ഫംഗസുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നാണ്, ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ആരാണ് ആദ്യമായി പെനിസിലിൻ വേർതിരിച്ചത്? In 1929, Alexander Fleming discovered penicillin. It is known as wonder drug. ഇതറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അത്ഭുത മരുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. Still now we are using this antibiotic. ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ഇപ്പോഴും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. They are also used for making cheese. ഒരു പാലുൽപ്പന്നമാണ് ചീസ്. ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ ആൽക്കഹോൾ ഇൻഡസ്ട്രീസ്. ആൻഡ് സം ഫംഗൈ ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ആസിഡ്സ്. ചില ആസിഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗസാണ് ആസ്പെർഗില്ലസ്. ആസിഡുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗസാണ് ആസ്പെർഗില്ലസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗൈ ആർ കംപ്ലീറ്റ്ലി ഹെറ്ററോട്രോപ്സ്. അപ്പോൾ അവ എന്തൊക്കെയാകാം? ദേ മേ ബി സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. ദേ മേ ബി സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. ഈ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അഴുകിയ വസ്തുക്കൾ ജീവിക്കുന്ന ജീവികളെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദ ഓർഗാനിസംസ് ലിവ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഓറഞ്ചൊക്കെ അഴുകുന്ന നിങ്ങൾ കണ്ടില്ലേ? ദാറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ഫംഗസ്. കടുകിൻ്റെ ഇലകളിൽ വെള്ള അടയാളങ്ങൾ കാണും. വൈറ്റ് സ്പോട്ട്സ് സീൻ ഓൺ മസ്റ്റാർഡ് ലീവ്സ് ആർ ഡ്യൂ ടു എ പാരസിറ്റിക് ഫംഗസ്. അതിൻ്റെ പേരറിയാമോ? അൽബ്യൂഗോ എന്നാണ് അതിൻ്റെ പേര്. അതിന് കാരണം ഫംഗസാണ്. ആൻഡ് മെനി ഫംഗൈ കോസ് മെനി ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലുമൊക്കെ ധാരാളം രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഫംഗസ്. ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഗോതമ്പിൽ ഉണ്ടാകുന്ന റസ്റ്റ് ഡിസീസ് ഓഫ് വീറ്റ്. ഏത് ഫംഗസാ? പക്സീനിയ. അതുപോലെ പ്ലാന്റ്സിൽ നിരവധി രോഗങ്ങൾ ഫംഗസ് മൂലം ഉണ്ടാകുന്നുണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങളോട് ഞാൻ പറയാം. അബ്നോർമൽ ലീഫ് ഫോൾ ഓഫ് റബ്ബർ മരങ്ങളുടെ ഇലകൾ കൊഴിയുന്നു. ബ്ലാസ്റ്റ് ഡിസീസ് ഓഫ് പാഡി, നോട്ട് ബ്ലൈറ്റ് ഡിസീസ് ബട്ട് ബ്ലാസ്റ്റ് ഡിസീസ് ഓഫ് പാഡി, നെല്ലിലുണ്ടാകുന്ന രോഗമാണ്. നട്ട് ഫാൾ ഓഫ് അരക്കിനട്സ്, കമുക് അറിയാമല്ലോ,
അതിൻ്റെ ചെറിയ പാക്ക് കൊഴിഞ്ഞു വീഴും. ഡ്യൂ ടു എ ഫംഗൽ ഡിസീസ്, നട്ട് ഫാൾ ഓഫ് അരക്കനട്ട്സ്. ഇവയെല്ലാം ഫംഗസുകൾ മൂലമുണ്ടാകുന്ന നിരവധി രോഗങ്ങളുണ്ട്, ധാരാളം രോഗങ്ങളുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. So, some fungi can associate with algae to form lichens. It is known as symbionts. ചില ഫംഗസുകൾ ആൽഗകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ടാകുന്ന ഓർഗാനിസമാണ് ലൈക്കൺസ്. ഫോർ എക്സാമ്പിൾ അസ്നിയ, പാർമീലിയ, ഇതൊക്കെ ലൈക്കണുകൾക്ക് ഉദാഹരണങ്ങളാണ്. സോ ദിസ് അസോസിയേഷൻ ഈസ് കോൾഡ് സിംബയോസിസ്. ഈ അസോസിയേഷന് പറയുന്ന പേരാണ് സിംബയോസിസ് അല്ലെങ്കിൽ സഹോപകാരിത. ഈ അസോസിയേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹിയർ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ്. ദെൻ some fungi can associate with the roots of higher plants, and this association is called mycorrhiza. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈക്കോറൈസ. എന്താണ്? ഫംഗൽ അസോസിയേഷൻ വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗൽ അസോസിയേഷൻ വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. Can you say an example? Yes. പൈൻ മരങ്ങൾ, പൈനസ്. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ പൈൻ മരങ്ങൾ ധാരാളം കാണും. ഈ പൈൻ മരങ്ങളിൽ നിന്ന് ടർപ്പൻറ്റൈൻ, പെയിൻ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വേർതിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പൈൻ മരങ്ങളിൽ നിന്നാണ്. ഇവയുടെ വേരുകളിൽ ഈ ഫംഗൽ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് അസോസിയേഷൻ ഇതിൽ മാത്രമല്ല, മറ്റു പല ചെടികളിലും ഉണ്ട്. തൽക്കാലം ഇത് ഓർത്തിരിക്കുക. അപ്പോൾ this association is known as mycorrhiza. Once again, what is mycorrhiza? The fungal association with the roots of higher plants is called mycorrhiza. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്നോർത്ത് നോക്കുക. സമാധാനമായി സന്തോഷമായി ഒന്നോർത്ത് നോക്കുക. സംശയമില്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഫംഗസുകളുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം. റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം. ഫംഗസുകളിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. In fungi we can see vegetative reproduction, asexual reproduction and sexual reproduction. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുതരം അലൈംഗിക പ്രത്യുൽപാദനം തന്നെയാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫംഗസിൻ്റെ പ്ലാൻ ബോഡി ചില കഷണങ്ങളായിട്ട് മുറിയുന്നു, പീസസ്, ഫ്രാഗ്മെൻറ്റ്സ്. ആ ഓരോ ഫ്രാഗ്മെൻറ്റും ഡെവലപ്പ് ചെയ്ത് ഒരു പുതിയ പ്ലാന്റായി മാറും, ഒരു പുതിയ ഫംഗസായി മാറും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്താ ഫ്രാഗ്മെൻറ്റേഷൻ? ദ പ്ലാന്റ് ബോഡി ബ്രേക്സ്, ഡിവൈഡ്സ് ഇൻ ടു പീസസ്. ഈച്ച് ഓഫ് ദിസ് പീസ് ഈസ് നോൺ ആസ് എ ഫ്രാഗ്മെൻറ്റ്, ആൻഡ് ഈച്ച് ഓഫ് ദിസ് ഫ്രാഗ്മെൻറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഫംഗസ്. Another mode of vegetative reproduction is by budding. Vegetative reproduction നടക്കുന്നത് ബഡ്ഡിംഗ് മൂലവും നടക്കുന്നുണ്ട്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസിൻ്റെ പ്ലാൻ ബോഡിയിൽ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യും. ആ ബഡ് വളർന്ന് വലുതായി മറ്റൊരു ഫംഗസായിട്ട് മാറും. ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ്. Another vegetative reproduction method is by fission. What do you mean by fission? A cell divides into two.
ഒരു കോശം രണ്ടായി വിഭജിക്കുന്നു. ഇറ്റ്സ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. Then the second method is asexual reproduction, അലൈംഗിക പ്രത്യുൽപാദനം. It takes place by spores called conidia. Asexual reproduction നടക്കുന്നത് സ്പോർസുകൾ വഴിയാണ്, രേണുക്കൾ വഴിയാണ്. ആ രേണുക്കളെ പറയുന്ന പേരാണ് കൊണീഡിയ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് അല്ലെങ്കിൽ സൂസ്പോർസ്. What are the various spores produced by fungi for asexual reproduction? അലൈംഗിക പ്രത്യുൽപാദനത്തിന് വേണ്ടി ഫംഗസുകളിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള രേണുക്കൾ ഏതൊക്കെയാണ്? കൊണീഡിയ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ് അല്ലെങ്കിൽ സൂസ്പോർസ്. പ്രയാസമില്ലല്ലോ? ഓക്കെ. മൂന്നാമത്തെ രീതി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം. ലൈംഗിക പ്രത്യുൽപാദനം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ oospores, ascospores ആൻഡ് ബെസിഡിയോസ്പോർസ്. ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്പോർസ് വഴിയാണ്. ഊസ്പോർസ് വഴി, ആസ്കോസ്പോർസ് വഴി, ബെസിഡിയോസ്പോർസ് വഴി. ആസ്കോസ്പോർസ് 8 എണ്ണം കാണും, ആസ്കസിലാണ് ഉണ്ടാകുന്നത്. ബെസിഡിയോസ്പോർസ് ബെസിഡിയത്തിലാണ് ഉണ്ടാകുന്നത്, 4 സ്പോർട്സേ കാണും. അതൊക്കെ നിങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. So these various spores are produced in different fruiting bodies. വിവിധങ്ങളായിട്ടുള്ള ഫ്രൂട്ടിംഗ് ബോഡീസിൽ ഉണ്ടാകുന്ന സ്പോർട്സുകൾ വഴിയാണ് ഫംഗസുകളിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. Which are these spores? ഏതൊക്കെയാണ് ഈ സ്പോർട്സ്? oospores, ascospores and basidiospores. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ ഫംഗസുകളിൽ സെക്ഷുവൽ സൈക്കിൾ ഇൻവോൾവ്സ് 3 സ്റ്റെപ്സ്. സെക്ഷുവൽ സൈക്കിളിൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile or non-motile gametes called plasmogamy. Fusion of protoplasm between 2 motile move ചെയ്യുന്ന or non-motile move ചെയ്യാത്ത gametes called plasmogamy. So the first step is plasmogamy. What is plasmogamy? Fusion of protoplasm between motile or non-motile gametes. The second aspect is, or the second step is fusion of nuclei. ന്യൂക്ലിയസുകളുടെ കൂടിച്ചേരൽ ഈസ് കാൾഡ് കാരിയോഗമി. ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ആ പ്രവർത്തനത്തിൽ പറഞ്ഞ പേരാണ് കാരിയോഗമി. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചവരാണെന്നറിയോ? റോബർട്ട് ബ്രൗൺ. പോട്ടെ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് this zygote undergoes meiosis and produce haploid spores. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഘടനയാണ് സൈഗോട്ട്, സിക്താണ്ഡം. ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ, ഡിവിഷൻ ഓർ മിയോസിസ്. സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഊനഭംഗത്തിന് വിധേയമാകുന്നു. അങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ 3 steps involved in the sexual cycle of fungi. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, when a fungus reproduces sexually, ഒരു ഫംഗസ് ഫംഗസിൽ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുമ്പോൾ 2 haploid hyphae come together and fuse. 2 ഹാപ്ലോയിഡ് ഹൈഫകൾ
കൂടിച്ചേരും. കം ടുഗദർ ആൻഡ് ഫ്യൂസ്. ചില ഫംഗസുകളിൽ ഈ ഫ്യൂഷൻ ഓഫ് ഹാപ്ലോയിഡ് സെൽസ് സഡൻലി റിസൾട്ട്സ് ഇൻ ഡിപ്ലോയിഡ് സെൽസ് 2n. എന്നാൽ ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ എത്ര ക്രോമസോംസ് ഉണ്ടെന്ന് അറിയാമല്ലോ? 46 ക്രോമസോംസ് ഉണ്ട്. അത് ഹാപ്ലോയിഡ് കണ്ടീഷനാണോ ഡിപ്ലോയിഡ് കണ്ടീഷനാണോ? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. 2n. അത് ഹാപ്ലോയിഡ് ആകുമ്പോൾ എത്രയാവും? പകുതിയാകും. എത്രയാ? 46ൻ്റെ പകുതി എത്ര? 23. അപ്പോൾ 23 ക്രോമസോംസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. 46 ക്രോമസോംസ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് പഠിക്കുന്നതാണ്. So in some other fungi, an intervening dikaryotic stage can be seen. ചില ഫംഗസുകളിൽ നേരത്തെ പറഞ്ഞു ചില ഫംഗസുകളിൽ ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്ത് പെട്ടെന്ന് ഇതൊന്നുണ്ടാകുന്നു, ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടാകും. ചില ഫംഗസുകളിൽ ഒരു ഇൻ്റർവെനിങ് സ്റ്റേജ് കാണും, ഒരു ഗ്യാപ്പ് കാണും. അവിടെ എന്താ സംഭവിക്കുക? ഓരോ സെല്ലിലും 2 ന്യൂക്ലിയസുകൾ ഉണ്ടാകും. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസുകൾ. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് എ ഡൈകാരിയോൺ. ഒരു കോശത്തിൽ 2 മർമ്മങ്ങൾ കാണുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡൈകാരിയോൺ. ആൻഡ് ദിസ് ഫേസ് ഈസ് കോൾഡ് ഡൈകാരിയോ ഫേസ് ഓഫ് ഫംഗസ്. അപ്പോൾ ഒരു കോശത്തിൽ 2 ന്യൂക്ലിയസ്. ചില ഫംഗസുകളിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പാരൻ്റൽ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഡിപ്ലോയിഡ് സെൽസ് ആയി. Later, the parental nuclei fuse and the cells become diploid. And thus the fungi form fruiting bodies. Fruiting bodies ഉണ്ടാക്കുന്നു. ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാകുന്നു. അവിടെ മിയോസിസ് നടക്കുന്നു, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു, ഊനഭംഗം നടക്കുന്നു. അതുവഴി എന്തുണ്ടാകുന്നു? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകുന്നു. ദസ് ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇൻ സം ഫംഗൈ കാരിയോഗമി ടേക്സ് പ്ലേസ് സഡൻലി ആഫ്റ്റർ പ്ലാസ്മോഗമി. ചില ഫംഗസുകളിൽ പ്ലാസ്മോഗമി കഴിഞ്ഞാൽ ഉടൻ തന്നെ കാരിയോഗമി നടക്കും. എന്നാൽ കാരിയോഗമി എന്ന് വെച്ചാൽ എന്താ? ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയൈ. എന്നാൽ ചില ഫംഗസുകളിൽ പ്ലാസ്മോഗമി കഴിയുന്ന ഒരു ഗ്യാപ്പ്, ഓരോ കോശത്തിലും 2 ന്യൂക്ലിയസുകൾ കാണും. ആ 2 ന്യൂക്ലിയസുകൾ കാണുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡൈകാരിയോൺ. ആൻഡ് ദിസ് ഫേസ് ഈസ് നോൺ ആസ് ഡൈകാരിയോ ഫേസ്. കുറച്ച് കഴിഞ്ഞ് ഈ പാരൻ്റൽ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുന്നു, ഡിപ്ലോയിഡ് കോശങ്ങൾ ഡിപ്ലോയിഡ് ആകുന്നു, ഡിപ്ലോയിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതിനുശേഷം ഫംഗസിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാകുന്നു. ആ ഫ്രൂട്ടിംഗ് ബോഡീസിൽ ഊനഭംഗം നടക്കുന്നു. ഊനഭംഗം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. ഹാപ്ലോയിഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇൻ ഫംഗൈ വി ക്യാൻ സീ there is vegetative reproduction, asexual reproduction and sexual reproduction. Sexual reproduction il etra steps undu? 3 steps. Okay, clear. Based on the morphology of the mycelium and mode of spore formation and fruiting bodies, this kingdom is divided into various classes such as, എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാ? മോർഫോളജി ഓഫ് ദ മൈസീലിയം. മൈസീലിയത്തിൻ്റെ മോർഫോളജി, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, എങ്ങനെയാണ് സ്പോർ ഉണ്ടാകുന്നത്, ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. സ്പോർ മാത്രമല്ല, ഫ്രൂട്ടിംഗ് ബോഡീസ്, അതിലാണ് സ്പോർസ് ഉണ്ടാകുന്നത്. ഈ കിങ്ഡത്തെ ഇനി പറയുന്ന ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് Phycomycetes. Second one is Ascomycetes. Third one is Basidiomycetes. And fourth one is
deuteromycetes. So these are the various classes of fungi based on the morphology of mycelium, mode of spore formation and fruiting bodies. There are 4 classes. ഏതൊക്കെയാ? Phycomycetes, Ascomycetes, Basidiomycetes and Deuteromycetes. കിങ്ഡം ഫംഗയിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഇവയൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രവർത്തനങ്ങൾ തരികയാണ്. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം, അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. ഒന്നാമതായിട്ട് റൈറ്റ് ഷോർട്ട് നോട്ട്സ് on the following. A. Mycelium. B. Lichens. C. Mycorrhiza. D. Dikaryon. All these are very important. 2. നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഫംഗസുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫംഗൈ ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് റൈറ്റ് ദെയർ യൂസസ്. അസൈൻമെൻറ്റ്സ് നിങ്ങൾ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അത് ഉത്തരം കണ്ടെത്തുക, നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുക.